ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എവിടെ പോവാ? ഒരു പെണ്ണ് കാണാൻ പോവാണ് കേട്ടോ. എവിടെയാ പോകുന്ന പെണ്ണ് കാണാൻ? നമ്മളിവിടെ കോട്ടയത്ത് വന്നേക്കുവാണ്. ടോണിക്കോ കഫേയിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. പെണ്ണ് കണ്ടിട്ട് എന്താ പറയുന്നത്, പെണ്ണിനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഞാൻ പക്ഷെ അതിനല്ല വന്നത് കേട്ടോ. ഞാനൊരു ചെക്കനെ കാണാൻ വേണ്ടി വന്നതാണ്. 3-3:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 3:30 കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ ചെക്കനും പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാ ചെയ്യും? പെണ്ണിനെ ചെക്കനും ഇഷ്ടപ്പെട്ടില്ല, ഒരു കാപ്പി കുടിച്ചെങ്കിൽ തിരിച്ചു പോവാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കോട്ടയത്തുള്ള ടോണിക്കോ കഫേ. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആകട്ടെ. ഒരു അത്യാവശ്യം ബഹളോ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ ടൗണിലും ഇരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായത് ടോണിക്കോ കഫേ. ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ഇവിടെ വന്നാണ് മീറ്റപ്പ് ചെയ്ത്, അങ്ങനെ ഫസ്റ്റ് ഡേറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മെമ്മറിക്ക് വേണ്ടി ഒന്നും കൂടെ വന്നതാണ്. അന്ന് ഇതുപോലെ ഇതേ ടേബിളിൽ കാപ്പിയൊക്കെ കുടിച്ചിരുന്നതാണ് മാരേജ് കാര്യമൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്നും കൂടെ വന്നത്. പെണ്ണുകാണലൊക്കെ കഴിഞ്ഞോ? ചെറുക്കൻ കാണലും കഴിഞ്ഞു. ചെറുക്കൻ വലിയ കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ഒരു ഗുണ്ട. ഞങ്ങള് എന്താ പറയുന്നത്, 2023 ഇതേ ദിവസം അല്ലേ, February 1 ഈ സമയത്താണ് ഞങ്ങള് മാട്രിമോണി കണ്ടിട്ട് ഫസ്റ്റ് കാണാൻ പോകുന്നല്ലേ, ഫസ്റ്റ് ഡേറ്റിങ്. അത് നമ്മളപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കോട്ടയത്തപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ടോണിക്കോയിൽ വരുവാണെങ്കിൽ കാണാന്നൊക്കെ പറഞ്ഞ് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് നടന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതേ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ രണ്ടുപേരും അതാ ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. ചെറിയൊരു സന്തോഷം, നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഓർത്തിരുന്നപ്പം ആ ദിവസം തന്നെ ഒന്നുകൂടെ വന്ന് ഒരു കാപ്പിയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ ടെൻഷനായിട്ടാണ് കുടിക്കുന്നത്. ഒരാൾ പഞ്ചസാര പോലും ഇടാതെ കാപ്പി കുടിച്ചിട്ട് പോയത് ടെൻഷൻ കാരണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കാപ്പി, നല്ല പെണ്ണ്. അപ്പൊ നമ്മൾ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ഒന്നുകൂടെ ഓർമ്മയൊക്കെ പുതുക്കാൻ വേണ്ടി ഒന്നുകൂടെ ടോണിക്കോയിൽ വന്നതാണ് കേട്ടോ. കല്യാണം ശരിക്കും നമ്മൾ രണ്ടുപേരും നമ്മുടെ കല്യാണം നമ്മൾ തന്നെ ഉറപ്പിച്ചല്ലേ. മാട്രിമോണി കണ്ടിട്ട് എന്താ പറയുന്നത്, എനിക്കത് കുറച്ചുകൂടെ പറയാനുണ്ട് കേട്ടോ. കുറച്ച് ഫ്രണ്ട്സിനും കുറച്ച് റിലേറ്റീവ്സിനും ഇപ്പോഴും വിചാരം ലവ് മാരേജ് ആണെന്നാണ്. പക്ഷെ ഞങ്ങളെ ലവ് മാരേജ് അല്ല, ശരിക്കും നല്ല ഒറിജിനൽ അറേഞ്ച് മാരേജ് തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഇതിൽ കൂടെ അവരെ അറിയിക്കാൻ പറ്റത്തുള്ളൂ. ഈ യൂട്യൂബിലൊരു വീഡിയോ ഇടുമ്പോൾ അവരെ കൂടെ അറിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതാ പെട്ടെന്ന് എടുത്ത് പറഞ്ഞ അറേഞ്ച് മാരേജ് തന്നെയാണ്. നമ്മൾ മാട്രിമോണി കണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു തന്നാൽ കണ്ട് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ ടോണിക്കോയിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഫാമിലിയൊക്കെ വിളിച്ചിട്ട് വന്നാൽ മതിയല്ലോ വീട്ടിലോട്ട്. അപ്പം അങ്ങനെ ഈ ടോണിക്കോയിലോട്ട് വന്നതല്ലേ. അപ്പോൾ പകുതി പേരുടെ വിചാരം ലവ് മാരേജ് ആണെന്ന് വെച്ചാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. പിന്നെന്തുവാ, പിന്നൊന്നും ഇല്ല. ഞങ്ങളുടെ കല്യാണം ഭയങ്കര സംഭവബഹുലമായ കല്യാണമായിരുന്നു. അപ്പം അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഓരോരോ ദിവസങ്ങളാണ്, ഓരോ നല്ല മെമ്മറീസാണ്. അപ്പം അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് കൊല്ലത്തുനിന്ന് ഇന്നും ഇവിടെ വരെ വന്നത്, ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കോട്ടയം വരെ വന്നത്. ഈ ഡ്രസ്സ് പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എൻ്റെ എല്ലാം പഴയ ഡ്രസ്സാണ്. പക്ഷെ ആള് എപ്പോഴും പുതിയ പുതിയ ഡ്രസ്സ് ഇടത്തുള്ളൂ. എൻ്റെ എല്ലാം 2-3 വർഷം പഴയ ഡ്രസ്സൊക്കെ അല്ല. അപ്പോൾ എന്താ പറയുന്നത്, നല്ലൊരു ദിവസമായിരുന്നല്ലേ. അന്ന് കാണാൻ വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചാൽ വന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പെണ്ണ് കാണലൊക്കെ നമ്മൾ ടെൻഷനാവും. ഇന്നിപ്പോൾ നല്ല കൂളായിട്ട് അന്ന് കാപ്പിയൊക്കെ കുടിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
ഇന്നപ്പോ ഒരു സന്തോഷം. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഫോട്ടോ കണ്ടാൽ തന്നെ എനിക്കറിയാം ഇന്ന് ചക്കര ഈച്ച പോലെ അതിന് തന്നെ കേട്ടോ ഈ കോസ്റ്റ്യൂം തന്നെ ഇട്ടോണ്ട് വന്നേ. അന്നത്തെ ഫോട്ടോയും ഇപ്പത്തെ ഫോട്ടോയും ഞാൻ ഒരുമിച്ച് കാണിക്കാം, അപ്പൊ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോണിക്കോയിന്നാന്ന് പറയാം. മാട്രിമോണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണാൻ വന്നത് ടോണിക്കോയിലാണ്. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നു, എന്നിട്ട് പാച്ചുവിനെ വിളിച്ചോണ്ട് വന്നു. അപ്പം പാച്ചുവിനെ സത്യം പറഞ്ഞ ടാങ്ക് ഞാൻ പറയണേ ആ കൊള്ളാം നല്ല പെണ്ണാണെന്ന് പറഞ്ഞല്ലേ. അവൻ എന്നാ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ. ആ പാച്ചുവിന് വരാൻ പറ്റിയില്ല ഇന്ന്, പാച്ചുവിന് ഓഫീസിൽ പോണായിരുന്നു. അപ്പൊ അതല്ലേ പാച്ചുവിനെ കൂട്ടിയാന് വരുമ്പോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോണിക്കോയിന്നാണ് അല്ലേ. ചെറിയൊരു മെമ്മറി. അടുത്ത തന്നെ പരിപാടി, അടുത്ത ചെറിയൊരു കറക്കം അമ്മയൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങ് പോവാണ്. എന്നെ വെയിൽ, എന്റെ മുഖത്ത് തന്നെ വെയിൽ. നമ്മളിപ്പോ 4 മണിക്കാറ്റ് നിൽക്കുക കേട്ടോ. ടോണിക്കോയിന്നൊക്കെ ഇറങ്ങി എന്റെ അമ്മ ഇവിടെ നിൽക്കുന്നു. അമ്മയും കൂട്ടി വന്നതാ. ഇവിടെ എന്നാ പറയുന്നത് 4 മണിക്കാറ്റ് കോട്ടയത്തുള്ള മിക്കവരുടെ ഒരു വൈകുന്നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ചെറിയൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും ഉണ്ട്. വണ്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇരിക്കാം. കുറച്ചും കൂടെ താമസിച്ച് വരുന്നതായിരിക്കും നല്ലത്. ഒരു 6 മണി അല്ലേ, ഒരു 5:30-6 മണിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല. അല്ലെങ്കിൽ വെയിലടി ഇത്രേ ഉള്ളൂ, ചെറിയ സ്പേസാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. നിങ്ങളുണ്ട് ഞങ്ങൾ വള്ളത്തെ ഇരിക്കാം, വള്ളം കളിക്ക് 4 മണിക്കാറ്റ് വന്ന് ഇവിടെ വള്ളം. ഇത് വലിയൊരു വള്ളമാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും വള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും നേരെ തിരിച്ചല്ലേ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? ക്യാമറ ഓണാക്കിയ പിന്നെ ഒരാൾക്ക് ഭയങ്കര ചമ്മലാട്ടോ. നാട്ടുകാരില്ല പണം. നമ്മളൊരു 6 o'clock 6:30 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. 4 മണിക്കാറ്റിൽ നിന്നൊക്കെ ഇറങ്ങി അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി സ്കൂബിയൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. 4 മണിക്കാറ്റുമ്പോൾ നമ്മൾ ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ച് ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും അങ്ങ് ഇറങ്ങിയായിരുന്നു. കാരണം പിന്നെ ബ്ലോക്ക് ആവുമല്ലോ എന്ന് വെച്ച്. വർക്കിംഗ് ഡേ ആയിരുന്നു, എന്നാലും ചെറിയ ബ്ലോക്ക് കാണും. ഇടയ്ക്ക് തിരുവല്ല സൈഡും ചങ്ങനാശ്ശേരി സൈഡും ഒക്കെ എത്തുമ്പോൾ ഒരു ചെറിയ ബ്ലോക്ക് കാണും. അപ്പോൾ കണ്ണേട്ടൻ്റെ എന്നാ പറയുക, ഇന്ന് തിരക്കുള്ള ദിവസമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കോട്ടയം വരെ വന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചങ്ങനാശ്ശേരി തിരുവല്ല ആ ഭാഗത്തൊക്കെ ആയപ്പോൾ പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു, റാസ പോവായിരുന്നു അതുവഴി. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ ഈ ഫയർ വർക്ക്സ് എല്ലാം കണ്ടത്. നല്ല ഭംഗിയായിരുന്നു. എന്നാൽ രാത്രിയായപ്പോൾ ഈ വണ്ടിയുടെ വെട്ടവും ആകാശത്ത് ഈ ഒരു തിളക്കവും എല്ലാം കൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. എല്ലാം കൊണ്ടും എന്താ പറയുന്നത്, നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലാണ് കേട്ടോ. പെട്ടെന്നൊന്നും പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് കോട്ടയത്തോട്ട് പോയത്. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്തോടെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോയപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോയി. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ റോഡിൽ കൂടെ കണ്ടപ്പം മൈൻഡിനൊരു സന്തോഷം. കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ ഇപ്പം യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, ദൈവമായത് നേരത്തെ എഴുതി വെച്ച കാര്യമാണ്. ആ സമയമാകുമ്പോൾ അവരത് കണ്ടുമുട്ടും. അത് യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്ന ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ സംബന്ധിച്ചോളം അത് 100% ഉറപ്പായിരുന്നു. കാരണം അതുപോലെ ഇനി ഞങ്ങൾക്ക് ആ രാത്രി ആ ഫയർ വർക്ക്സും ആ പള്ളിയുടെ ആ ഡെക്കറേഷനും പള്ളിയെല്ലാം കണ്ടപ്പോൾ തോന്നി. 4 മണിക്കാട്ടിലൊക്കെ പോയിട്ട് അമ്മയൊക്കെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം അല്ലേ. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് കേട്ടോ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വീഡിയോ എടുക്കുന്ന രസമില്ലാത്തതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അപ്പോൾ അതങ്ങ് കണ്ടൻ്റ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു. ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു റിസ്ക് എടുത്ത ദിവസമാണ്. റിസ്ക് അല്ല, ഇതിൽ സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ആയിരുന്നു അങ്ങോട്ട് റിസ്കിൻ്റെ കളികളായിരുന്നു മാരേജ് വരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫൈറ്റിങ്. അപ്പം അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്ട് ഓർത്ത് വെച്ചതൊക്കെ നമ്മളാദ്യം കണ്ടതും ഒക്കെ എവിടെ വെച്ചാലും ഡേറ്റും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു കണ്ടൻറ് എടുത്തത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിനിയിപ്പം വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടങ്ങ് പോവാം കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ഇനി ഉടനെ ഇടുന്നതായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഉടനെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ.